ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത്രയും സാധനങ്ങളാണ് ഞാൻ നയിക്കത് ഇത്തവണ ഓർഡർ ചെയ്തത്. സോ ഇത്രയും ഇതിനകത്ത് ഇതെൻ്റെ റിലേറ്റീവിനുള്ള ബോക്സാണ്. സോ അതവിടെ ഇരിക്കട്ടെ. ഇത്രയും ഞാൻ എനിക്ക് വേണ്ടി ഓർഡർ ചെയ്തതാണ്. സോ നമുക്ക് 1 by 1 നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇത്രയും ബോക്സസിലെല്ലാം കൂടി കൂട്ടിയിട്ട് ഒരൊറ്റ ബോക്സിലാക്കി ഞാൻ എടുത്തിട്ടുണ്ട്. സോ നമുക്കത് ഓരോന്നായിട്ട് നോക്കാം. ഞാൻ ഓൾറെഡി അൺബോക്സ് ചെയ്തു. അൺബോക്സിങ് വീഡിയോ ഞാൻ ഓൾറെഡി എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട്. സോ പ്ലീസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ആൻഡ് ഐ എം എ ലിറ്റിൽ ലോ നൗ ബിക്കോസ് എനിക്ക് കുറച്ച് സിക്നെസ് ഉണ്ടായിരുന്നു. ഞാൻ റിക്കവറായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയാണ് എനിക്കത്ര എനർജി കിട്ടുന്നില്ല സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ബോക്സ് കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചാണ് ഒരു ലോഡ് സാധനങ്ങളുണ്ടെന്ന്. പക്ഷേ ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ബിക്കോസ് അവർ ഈവൻ നമ്മൾ 1 പ്രൊഡക്റ്റ് ആണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ പോലും അവരൊരു ബോക്സിലായിട്ടാണ് തരിക. അപ്പോൾ അങ്ങനെയാണ് അത്രയും ബോക്സസ് വന്നത്. സോ ഇറ്റ്സ് ഓൺലി ഫ്യൂ പ്രൊഡക്ട്സ്. ഐ ജസ്റ്റ് ഷെയർ ഇറ്റ് വിത്ത് യു. സോ ഞാൻ വന്നപ്പം ദിവാലി ധമാക്ക സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ സെയിലിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിങ്സ് എനിക്ക് ഗുഡ് ഓഫറിൽ കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ റാൻഡം ആയിട്ട് ഓരോ പ്രോഡക്ട്സ് എടുക്കാം. ബിക്കോസ് അത്ര വലിയ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് നോർമൽ വീഡിയോ ആണ്. അപ്പോൾ എന്തൊക്കെ ഞാൻ ഓഫറിൽ വാങ്ങിയെന്നുള്ളത് ഞാൻ ആദ്യം കാണിക്കാം. സോ ഫസ്റ്റ് വൺ, ഇത് എനിക്ക് എപ്പോഴും വേണ്ട ഒരു സാധനമാണ് ലാക്മിയുടെ സൺസ്ക്രീൻ. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സൺസ്ക്രീനാണ് ലാക്മിയുടെ സൺസ്ക്രീൻ. ഞാൻ കൊണ്ടുപോയ സൺസ്ക്രീനൊക്കെ ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ എന്താ ലാക്മിയുടെയാണ്. ഇത് ഓൾമോസ്റ്റ് തീരാറ്. ഇത് ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പം മേടിച്ച് കൊണ്ടുപോയ ഒരു സൺസ്ക്രീനാണ്. ഇതിപ്പോൾ തീർന്നു. സോ ഞാൻ സെയിം സൺസ്ക്രീൻ തന്നെ വേറെണ്ണം വാങ്ങി. സോ ഇതും പക്ഷേ ഇത് SPF 50 PA++ ആണിത്. ഇതിൻ്റെ റേറ്റ് MRP-നേക്കാളും കുറച്ച് ഡിസ്കൗണ്ടിലാണ് എനിക്ക് കിട്ടിയത്. 499 ആണ് ഇതിൻ്റെ MRP, പക്ഷേ ഡിസ്കൗണ്ടിലാണ് കിട്ടിയത്. ഇതാണ് ഇതിൻ്റെ ഒരു ട്യൂബ്. ഇതാണ് ഞാൻ പമ്പിൻ്റെ ആണ് ഞാൻ വാങ്ങിയത്. സോ ദിസ് ആൻഡ് അക്വാ സൺ ജെൽ എന്നാണ് ഇത് പറയുന്നത്. 1% നയാസിനമൈഡ് ഉണ്ട് ഇതിൽ. സൺ പ്രൊട്ടക്ഷൻ പ്ലസ് റേഡിയൻസ് ആൻഡ് എക്സ്പെർട്ട്. സോ യു നോ വാട്ട്, ലാക്മിയുടെ കുറച്ച് വൈറ്റ് കാസ്റ്റ് ഉണ്ടെങ്കിൽ കൂടി ഐ ഫീൽ സോ കംഫർട്ടബിൾ വൈൽ യൂസിങ് ദിസ്. ബിക്കോസ് ഒരു യുനോ ത്രൂ ഔട്ട് ദ ഡേ നല്ലൊരു എന്താ പറയുക പ്രൊട്ടക്ഷൻ എനിക്ക് കിട്ടുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. സോ ഇത് പമ്പാണ് ഇതിൻ്റെ. സോ ഐ തിങ്ക് ഇറ്റ് വിൽ ബി ലോങ് ലാസ്റ്റിംഗ്. സോ ലെറ്റ്സ് സീ. ഇതാണ് എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റ് ആൻഡ് എവറി ടൈം ഞാൻ വാങ്ങുന്നൊരു പ്രോഡക്റ്റാണിത്. ഓക്കെ, നെക്സ്റ്റ് വൺ ലിപ് ക്രയോൺസ് ആണ് ഞാൻ വാങ്ങിയത്. 2 ലിപ് ക്രയോൺസ് ഞാൻ വാങ്ങി. ബോത്ത് ആർ ഫ്രം മാർസിൻ്റെ ലിപ് ക്രയോൺസ് ആണ് ഞാൻ എടുത്തത് ഇത്തവണ. കഴിഞ്ഞ തവണ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കുറച്ച് ലിപ് ക്രയോൺസ് വാങ്ങിയിരുന്നു. ഇത്തവണ ഞാൻ മാർസിൻ്റെ ആണ് വാങ്ങിയത്. ആക്ച്വലി ഇത് കണ്ടാലുണ്ടല്ലോ രണ്ടും 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആയിട്ടല്ലേ തോന്നുന്നത്. ഒന്ന് ഡാർക്കും ഒന്ന് ലൈറ്റ് ആയിട്ടല്ലേ തോന്നുന്നത്. പക്ഷേ ഇത് ഞാൻ ലൈക്ക് സ്കെച്ച് ചെയ്ത് നോക്കിയപ്പോൾ ലൈക്ക് രണ്ടും സെയിം ഷെയ്ഡായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ ഡോണ്ട് നോ ഗൈസ്, എന്താ അങ്ങനെ എനിക്കറിയില്ല. സോ ഇതിൻ്റെ ഷെയ്ഡ്, ഒരെണ്ണത്തിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഇത് വന്നിട്ട് ഗേൾ പവർ 10 എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണേ. ഇത് ഫോക്കസ് ആവുന്നുണ്ടോ? ഓക്കെ, ഇത് ഗേൾ പവർ 10 എന്ന് പറഞ്ഞ ഷെയ്ഡും ഇത് ബോസ് ലേഡി 21 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡുമാണേ. ബോസ് ലേഡി 21 ഗേൾ പവർ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഷെയ്ഡ്സ് ഞാൻ കാണിച്ചു തരാം. ഹൗ ഡസ് ഇറ്റ് ലുക്ക് എന്നുള്ളത്. ഇതാണ് ഒരു ഷെയ്ഡ്. ദിസ് ഈസ് ഗേൾ പവർ 10 ആണ് ഇത്. ഈ ഷെയ്ഡ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വെരി ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല നാച്ചുറലായിട്ട് തോന്നിക്കും. സ്മഡ്ജ് പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ അത്ര സ്മഡ്ജ് പ്രൂഫ് അല്ല. ഞാൻ പൊതുവേ ഇങ്ങനത്തെ ഒരു ഷെയ്ഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്ക് വാട്ടർ പ്രൂഫ് ഷെയ്ഡ്സ് എനിക്ക് ഇഷ്ടമില്ല. ബിക്കോസ് അത് ലിപ്സിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഷെയ്ഡ്സാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. മീൻസ് ഇങ്ങനത്തെ ഒരു ടെക്സ്ചർ ഉള്ളതാണ് എപ്പോഴും പ്രിഫർ ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഇതാണ്. ഇത് കുറച്ചും കൂടി ലൈറ്റർ ഷെയ്ഡാണിത്. ഇത് ഏതാ ഷെയ്ഡ്? ഇതാണ് ബോസ് ലേഡി 21. സോ ഇതാണ് ഞാൻ വാങ്ങിയ 2 ഷെയ്ഡ്. ഇത് കുറച്ച് ബ്രൗണിഷും ഇതിൽ കുറച്ച് റെഡും കൂടി കൂടിയിട്ടുള്ളൊരു ഷെയ്ഡ്സാണ്. രണ്ടും നല്ല സ്മൂത്ത് ആപ്ലിക്കേഷനും രസമായിട്ടുള്ള പിഗ്മെൻറ്റേഷനും നന്നായിട്ടുള്ളൊരു 2 ഷെയ്ഡ്സാണ് ഞാൻ വാങ്ങിയത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. പക്ഷേ ഇത് ഇട്ട് കഴിയുമ്പം ലൈക്ക് ബോത്ത് ആർ വെരി സിമിലർ കൈൻഡ് ഓഫ് കളർ. യാ, സോ അതാണിത്. ആൻഡ് ദിസ് കോസ്റ്റഡ് അറൗണ്ട് ഹൗ മച്ച്? അറൗണ്ട് 200 ബിലോ ആയിരുന്നു ഇത് രണ്ടും കോസ്റ്റ് ചെയ്തത്. സോ ഇറ്റ്സ് റിയലി നൈസ്. ഇഫ് എനിബഡി ഈസ് ലുക്കിംഗ് ഫോർ ചീപ്പർ ലിപ് ക്രയോൺസ് യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദിസ് ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഞാൻ കുറച്ച് ലിപ് ക്രയോൺസ് വാങ്ങി. ഇത് കോംബോ ആയിട്ട് വന്നതാണ് കേട്ടോ. സ്വിസ് ബ്യൂട്ടിയുടെ ലിപ് ക്രയോൺസ് ആണിത്. കാരണം എൻ്റെ ലിപ് ക്രയോൺസ് എല്ലാം
എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ആക്ച്വലി. ബിക്കോസ് 7-8 ലിപ് ക്രയോൺസ് വാങ്ങിയിരുന്നു. അതൊക്കെ ഞാൻ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്ത് ഇപ്പം ഞാൻ റിയലൈസ് ചെയ്തപ്പം അതിൻ്റെയൊക്കെ എക്സ്പയറി തീരാറായി. അപ്പോൾ ഞാൻ വിചാരിച്ചു പുതിയൊരു സെറ്റ് ഓഫ് ലിപ് ക്രയോൺസ് വാങ്ങാമെന്ന്. സോറി, ലിപ് ലൈനേഴ്സ്. ഐ എം സോ സോറി, ഐ എം ജസ്റ്റ് ലിറ്റിൽ ഓഫ്, ഐ ഡോണ്ട് നോ വൈ. ഓക്കെ, സോ അങ്ങനെ ഞാൻ കുറച്ച് ലിപ് ലൈനേഴ്സ് വാങ്ങി. സോ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണിത്. വൺ ഇസ് പേർപ്പിൾ, പിന്നെ റോയൽ റെഡ് ആൻഡ് ദെൻ മറൂൺ. അങ്ങനെ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ആണ്. ഇത് 3 കോംബോ ആയിട്ട് ഉള്ളതാണ്. അത് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാൻ ഡിഫറെൻറ്റ് സെറ്റ്സ് സെലക്ട് ചെയ്തല്ല, കോംബോയിൽ തന്നെ അവർ 3 ഷെയ്ഡ്സ് ഇട്ടിട്ട് സെല് ചെയ്യുന്നതാണ് കേട്ടോ ഇത്. ആൻഡ് ദിസ് ഇസ് റിയലി നൈസ് ആക്ച്വലി. നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ഗ്ലൈഡിങ് ആണ് കേട്ടോ ഇതും. സീ ലുക്ക് അറ്റ് ദ പിഗ്മെന്റേഷൻ വൈസ് ഓൾസോ സോ ഗുഡ്. ഇതിൻ്റെ ഷെയ്ഡ് ഇസ് പേർപ്പിൾ. ദിസ് ഇസ് പേർപ്പിൾ ആൻഡ് ദിസ് ഈസ് റോയൽ റെഡ് ആണിത്. I'll just show here. ഇതാണ് റോയൽ റെഡ്. ഒരു നല്ലൊരു റെഡ് ഷെയ്ഡ്. പിന്നെ ലാസ്റ്റ് വൺ, ദിസ് ഇസ് വാട്ട്, മെറൂൺ. ഇവിടെ കാണിക്കാം. ഓക്കെ, ഇത് മെറൂൺ. നല്ല ഷെയ്ഡാണ് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട 3 ലിപ് ക്രയോൺസ് ആണ്. ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഏതൊരു ലോക്കൽ ബ്രാൻഡിൻ്റെയാണ് വാങ്ങിയത്. ബട്ട് ദിസ് ടൈം ഐ തോട്ട് ഐ വിൽ ബൈ സ്വിസ് ബ്യൂട്ടി. സോ അങ്ങനെ ഞാൻ വാങ്ങിയ 3 ലിപ് ക്രയോൺസ് ആണ് ഇത്. I mean, oh, not lip crayons, lip liners. Oh my god, I'm stuck at lip crayon. So lip liners. Okay, next one, this one. ഇത് L'Oreal Extraordinary Oil Serum ആണ് കേട്ടോ. Okay, both are serums only. രണ്ടും serums ആണ്. Okay, both are the same ones. ആദ്യം എന്താ പറ്റിയെന്നറിയാം, ഞാനിത് കാർട്ടിലേക്ക് എടുത്തിട്ടു. ഓക്കെ, കാർട്ടിലെടുത്തിട്ടപ്പം ഞാനിതിൻ്റെ ML ശ്രദ്ധിച്ചില്ല. അങ്ങനെ ഫസ്റ്റ് ഞാൻ ഓർഡർ ചെയ്തതാണ് ഇത്. ഓർഡർ ചെയ്ത് കൈ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് 30 ml ഉള്ളൂ എന്നുള്ളത്. ഓക്കെ, അപ്പം ഞാൻ വിചാരിച്ചു ഇതെനിക്ക് എന്തായാലും 1 ഇയർ പോയിട്ടൊരു 2 months പോലും എനിക്കിത് യൂസ് ചെയ്യാൻ കാണില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും ഓർഡർ ചെയ്തതാണ് ഇത്. സോ ഇത് 100 ml ആണ്. സോ ദിസ് ഇസ് സീറം. ലൈക്ക് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു സീറം ഇതാണ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് ഈ സീറം യൂസ് ചെയ്ത് കഴിയുമ്പോൾ. ലൈക്ക് ദ ഹെയർ ലുക്ക് സോ നാച്ചുറൽ ആൻഡ് കൺട്രോൾ മാനേജബിൾ ആയിട്ടുള്ള ഹെയർ ആണ് കിട്ടുക. സോ ഐ ഓൾവേസ് പ്രിഫർ ദിസ്. ലൈക്ക് ദിസ് ഇസ് മൈ 3rd bottle or something. Yeah, I like this and this is very good for my kind of a hair which is frizzy. നിങ്ങളുടേതും ഒരു ഫ്രിസി ഹെയർ ആണെന്നുണ്ടെങ്കിൽ for sure you can try this out. ഞാൻ എപ്പോഴും ഓർഡർ ചെയ്യുന്ന ഒരു സാധനമാണിത്. ലാക്മി ഐക്കോണിക് കാജൽ ഇല്ലാതെ എനിക്കൊരു ലൈഫിലെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ബിക്കോസ് ലാക്മി ഐക്കോണിക് ആണ്. എവർ സിൻസ് ഐ സ്റ്റാർട്ടഡ് യൂസിങ് കാജൽസ് ഐ ബിൻ യൂസിങ് ദിസ് ഫ്രം ലാക്മി ഇറ്റ്സെൽഫ്. കാരണം I don't know, I personally love the Lakme pencil. It's like used to ആയി എനിക്കതിപ്പോൾ യൂസ് ചെയ്തിട്ട്. കാരണം I don't know, I think like for about 10 years ഒക്കെ ആയെന്ന് തോന്നുന്നു ഞാനിപ്പോൾ ലാക്മിയുടെ തന്നെ കാജൽ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഫസ്റ്റ് ഞാൻ കാജൽ വാങ്ങിയത് തന്നെ ഇതാണ്. പിന്നെ അതിനിടയ്ക്ക് ഞാൻ കുറച്ച് കൊലോസലിൻ്റെ തന്നെ പഴയ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം നൈക്കയുടെ കാജൽ പിന്നെ കൊലോസലിൻ്റെ കാജലൊക്കെ ഞാൻ യൂസ് ചെയ്തത്. പക്ഷെ എനിക്കതൊരു കംഫർട്ടബിൾ ആവുന്നില്ല. ബിക്കോസ് കൊലോസലിൻ്റെ കാജൽ ഇസ് നൈസ് ബട്ട് അറ്റ് ടൈംസ് എനിക്കിത് ഭയങ്കര സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യും. നൈക്കയുടെ കാജൽ ഈസ് ഓൾസോ നൈസ്. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയാണെങ്കിലും കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇതിൽ തന്നെ എത്തും. ദിസ് ഇസ് ലൈക്ക് അമേസിങ്. യൂസ് ചെയ്തവർക്ക് ഇതിനെപ്പറ്റി അറിയാം. നല്ല ഡാർക്കാണ്. പിന്നെ ലൈക്ക് ഇറ്റ്സ് ഗുഡ് ഫോർ മൈ ഐസ്. ചില കാജലൊക്കെ എനിക്ക് യൂസ് ചെയ്ത് കഴിയുമ്പോൾ കണ്ണിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വന്ന് നീറുന്ന പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്യും. പക്ഷെ ഇതെനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. റേറ്റ് ഇച്ചിരി കൂടി. പണ്ട് ഞാൻ വാങ്ങിക്കുന്ന സമയത്ത് 180 rupees ഒക്കെ ആയിരുന്നു. ഇപ്പം ഇച്ചിരി വില കൂടിയിട്ടുണ്ട് ഇതിൻ്റെ. ഇപ്പം 399 ആണ് ഇതിൻ്റെ MRP. പക്ഷേ ഇതെനിക്ക് ഓഫറിലാണ് കിട്ടിയത്. ദിസ് ഇസ് മൈ ഓൾ ടൈം ഫേവറേറ്റ് ഡീപ് ബ്ലാക്ക്. മിനിമലിസ്റ്റിൻ്റെ നയാസിനമൈഡ് സീറമാണ്. മിനിമലിസ്റ്റിൻ്റെ സീറം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സീറമാണ്. പക്ഷേ ഇത്തവണ ഞാൻ നയാസിനമൈഡിൻ്റെയാണ് വാങ്ങിയത്. കഴിഞ്ഞ തവണയൊക്കെ ഞാൻ വാങ്ങിയത് ഇതായിരുന്നു, ഹൈറലോണിക് ആസിഡിൻ്റെ ആയിരുന്നു എന്ന് തോന്നുന്നു. ഇത്തവണ ഞാൻ നയാസിനമൈഡിൻ്റെയാണ് വാങ്ങിയത്. ഇതിൻ്റെ ഓക്കെ നയാസിനമൈഡിൻ്റെയാണ് വാങ്ങിയത്. ഇത് 10 ml ബോട്ടിൽ, ചെറിയ ബോട്ടിലാണ് ഞാൻ ഇത്തവണ വാങ്ങിയത്. സോ എനിക്ക് കുറച്ച് ഇപ്പോൾ ഒരു സ്കിൻ കെയർ ഞാൻ നോക്കാതായിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ ഒരു സീറാണിത് 10 ml. നെക്സ്റ്റ് വൺ ഞാൻ എടുത്തത് അഗെയിൻ ഒരു ലിപ് ക്രയോൺ ആണ്. ബട്ട് ദിസ് ഈസ് ഫ്രം ദ ബ്രാൻഡ് നൈക്ക. ഓക്കെ, സോ ഞാൻ എല്ലാ തവണയും നൈക്ക. സോ ഞാൻ എല്ലാ തവണയും ലിപ് ക്രയോൺ മസ്റ്റായിട്ട് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. ബിക്കോസ് ആണോ എനിക്ക് ചില സമയത്ത് ലിപ്സ്റ്റിക്കിനേക്കാളും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് ലിപ് ക്രയോൺസ് ആണ് തോന്നാറ്. ഇപ്പം ഞാനിട്ടിരിക്കുന്ന ഒരു ലിപ് ക്രയോൺ ആണ്. പക്ഷേ ഇതല്ല, വേറെ ന്യൂഡ് സ്റ്റിക്സിൻ്റെ ഭയങ്കര കംഫർട്ടബിളും നാച്ചുറലും ആണ്. പിന്നെ ഭയങ്കര ഓവറായിട്ട് നിൽക്കില്ല. നല്ല കംഫർട്ടബിൾ ആയിട്ട് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ സാധനമാണ് ലിപ് ക്രയോൺ.
ഇതിൻ്റെ MRP 799 ആണ് അവർ പറയുന്നത്, പക്ഷേ ഇതെനിക്ക് ഓഫറിൽ കിട്ടിയതാണ്. അതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നെക്സ്റ്റ് ലെവൽ ന്യൂഡ് 04 എന്നാണ് ഇതിൻ്റെ ഷെയ്ഡ്. അപ്പം ഞാൻ ഇതിനു മുമ്പും നൈക്കയുടെ ഒരു ലിപ് ക്രയോൺ വാങ്ങിയിട്ടുണ്ട്, ജെയ്ഡ് റോസ് എന്ന് പറഞ്ഞ ഷെയ്ഡ്. അടിപൊളി ഷെയ്ഡും നല്ല ടെക്സ്ചറുമാണ് കേട്ടോ. ഇതാണ് നൈക്കയുടെ ലിപ് ക്രയോൺ. സോ ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഒരു ഷാർപ്പനറും കൂടി അവർ തരുന്നുണ്ട്. അപ്പം ഇതാണ് ഞാൻ ന്യൂഡ് ഷെയ്ഡ് ഇൻറ്റൻഷനലി വാങ്ങിയതാണ്. ബിക്കോസ് ഞാനൊരു ലിപ് കോംബോ ട്രൈ ചെയ്യാൻ വേണ്ടി വാങ്ങിയതാണ്. ബിക്കോസ് ഒരു ലൈറ്റർ ലിപ് ക്രയോണും ഡാർക്കർ എന്താ പറയുക ലിപ് ലൈനറും കൂടി ഇടുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടി എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയൊരു ന്യൂഡ് ഷെയ്ഡിലുള്ളൊരു ലിപ് ക്രയോൺ ആണിത്. ന്യൂഡ് എന്ന് പറഞ്ഞാൽ അത്ര ന്യൂഡ് അല്ല, ഒരു മോവി കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചറാണ് ഇതിന്. സോ ഇതാണ് ലിപ് ക്രയോൺ. ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഷെയ്ഡ്. ഓക്കെ, സോ ഇത് ഞാൻ എപ്പോഴെങ്കിലും ഒരു ഷോർട്സിൽ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഒരു ടെക്സ്ചറും. പിന്നെ അത് ഞാനൊരു ലിപ് ലൈനറും കൂടി ഇട്ടിട്ട് ഒരു കോംബോ. ആക്ച്വലി ഇത് തന്നെ ഇട്ടാൽ ചിലപ്പോൾ വാഷ് ഔട്ട് ആയി പോകുമേ. എൻ്റെ ടൈപ്പ് ഒരു സ്കിൻ കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് ലോണായിട്ട് ഇടുമ്പം ചിലപ്പം വാഷ് ഔട്ട് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ലിപ് ലൈനേഴ്സ് വാങ്ങിയിട്ട് അതിൻ്റെ കൂടെ തന്നെ ഞാനിത് ഇട്ട് നോക്കാൻ ട്രൈ ചെയ്യുന്നത്. അതാണിത്. നെക്സ്റ്റ് വന്ന് ഞാൻ വാങ്ങിയതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഞാൻ എപ്പോഴും യൂസ് ചെയ്തിട്ട് വാങ്ങിയ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. സോ ദിസ് ഇസ് ഫ്രം നൈക്കാസ് മാറ്റ് ടു ലാസ്റ്റ് liquid lipstick and the shade is chai. Like this is so famous around the corner because chai is one of the most sensational lipstick shades that they have ever introduced. This is like an amazing go-to nude shade. ഞാൻ എപ്പോഴും ഇതിൻ്റെ സ്മോൾ ടൈനി വേർഷൻസ് ആണ്, എൻ്റെ ചാനലിൽ തന്നെ നോക്കിയാൽ അറിയാം. ഞാൻ എപ്പോഴും നൈക്കയുടെ ചെറിയ ചെറിയ ബോട്ടിൽസ് ആണ് വാങ്ങാറ്. ലൈക്ക് സാമ്പിൾ പീസസ് ആണ് ഞാൻ എപ്പോഴും മിനി ലിപ്സ്റ്റിക്സ് ആണ് വാങ്ങാറ്. പക്ഷേ ഇത്തവണ ഞാൻ ഇതിൻ്റെ ആക്ച്വലി ഈ ചായയുടെ എൻ്റെ അടുത്ത് മിനി ലിപ്സ്റ്റിക് ഉണ്ട്. സോ ഞാൻ അത് ഫിനിഷ് ആവാറായി ഓൾമോസ്റ്റ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ ജസ്റ്റ് ബൈ എ ബിഗ് വൺ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒരു ബിഗ് വേർഷൻ വാങ്ങിയത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ലിക്വിഡ് ലിപ്സ്റ്റിക്സ് അല്ല, മിനി ലിപ്സ്റ്റിക്സ് അല്ലാതെ ഒരു വലിയ ലിക്വിഡ് ലിപ്സ്റ്റിക് വാങ്ങുന്നത്. സോ ദിസ് ഇസ് നൈക്ക ചായ്. ഈ ഷെയ്ഡ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഇതിൻ്റെ റിവ്യൂസ് കണ്ടിട്ടുള്ളവർക്കറിയാം എത്ര അമേസിങ് ആണ് ഈ ഒരു ഷെയ്ഡ് എന്നുള്ളത്. ലൈക്ക് സോ ഗുഡ്. നല്ലൊരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ ഇത്. ഐ ജസ്റ്റ് പേഴ്സണലി ലവ് ദിസ് ഷെയ്ഡ്. ഷോ യു ദ സ്വാച്ച് ഹിയർ. എവിടെ കാണിക്കാം? ഇത് ഫോക്കസ് ആവുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ലുക്ക് അറ്റ് ദ ഷെയ്ഡ്. മൈ ഗോഡ്, സോ ഗുഡ് അല്ലേ? നല്ലൊരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. ഇറ്റ്സ് സോ ഗുഡ് എന്ന് വെച്ചാൽ ലൈക്ക് ഐ കനോട്ട് ഡിസ്ക്രൈബ് ദ ഷെയ്ഡ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇത്. നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഭയങ്കര നാച്ചുറൽ ആയിട്ടാണ് കേട്ടോ ഇതിരിക്കുന്നത്. ഇറ്റ്സ് ലൈക്ക് മൈ പേഴ്സണൽ ഫേവറേറ്റ്. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ ഡ്രൈയിങ് ആവുമേ. ഡ്രൈയിങ് ആയി കഴിഞ്ഞാൽ പിന്നെ അത്ര സ്മഡ്ജ് പ്രൂഫ് അല്ല, ബട്ട് സ്റ്റിൽ ആസ് യു നോ ഐ എം എ കൈൻഡ് ഓഫ് എ പേഴ്സൺ വിച്ച് ഐ ഡോണ്ട് ലൈക്ക് ദിസ് വാട്ടർ പ്രൂഫ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സ്. ഇങ്ങനത്തെ ഷെയ്ഡ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഐ മീൻ ലവ് വിത്ത് ദിസ് ഗൈസ്. ലുക്ക് അറ്റ് ദിസ്. ഇറ്റ്സ് അമേസിങ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്കിത്. അറൗണ്ട് ഒരു 675 ആണ് ഇതിൻ്റെ MRP വരുന്നത്. പക്ഷേ ഓഫറിലായിരുന്നു അഗെയിൻ. സോ ഗുഡ് ആൻഡ് മോസ്റ്റ് റെക്കമെൻഡഡ് ലിപ്സ്റ്റിക്. നിങ്ങൾക്ക് ഒരു നാച്ചുറൽ ആയിട്ട് നല്ലൊരു സട്ടിലായിട്ട് നല്ലൊരു ലൈവായിട്ട് നല്ലൊരു നാച്ചുറൽ ആയിട്ടൊരു ലിപ്സ്റ്റിക് വേണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ഫോർ നൈക്കാസ് ചായ് ഷെയ്ഡ്. സൂപ്പറാണ്. അറ്റ് ലാസ്റ്റ് എനിക്കൊരു ഫ്രീ ഗിഫ്റ്റ് അവർ തന്നു ആൻഡ് ഇറ്റ് ഇസ് ഫ്രം നൈക്ക. നൈക്കയുടെ തന്നെ ഒരു ലോഷനാണ് അവരെനിക്ക് ഫ്രീ ആയിട്ട് തന്നത്. ദിസ് ഈസ് വാട്ട് സ്റ്റേ വിത്ത് മീ ബോഡി ലോഷൻ ലവ് സ്റ്റക്ക്. നല്ല ഫ്രഷ് ആണ് കേട്ടോ. സോ ഇതാണ് അവരെനിക്ക് തന്ന ഗിഫ്റ്റായിട്ട് തന്ന ബോഡി ലോഷൻ. ഓക്കെ ഗൈസ്, സോ ഇതൊക്കെയാണ് ഞാൻ നൈക്കയിൽ നിന്ന് പർച്ചേസ് ചെയ്ത സാധനങ്ങൾ. നിങ്ങളും എന്നെ പോലെ പുറത്തുനിന്ന് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇതുപോലെ ഓൺലൈനിൽ സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡു കമൻറ്റ് ഇൻ ദ കമൻറ്റ് സെക്ഷൻ ബിലോ. സോ ആൻഡ് അറ്റ് ദ സെയിം ടൈം നൈക്കയുടെ ചായ് എന്ന് പറഞ്ഞ ഫ്ലേവർ ഷെയ്ഡ് നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്നും കൂടി കമൻറ്റ് സെക്ഷനിൽ ഒന്ന് മെൻഷൻ ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.